സെക്കൻഡ് ഞങ്ങൾ പോയത് കാനഡയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഓട്വയിലേക്കാണ്. മോൺട്രിയലിൽ നിന്നൊരു 1.5 hours മാറി ലെനോഡിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ എയർബിഎൻബി ചൂസ് ചെയ്തത്. പ്ലേസ് നെയിം ഒക്കെ ഫ്രഞ്ചിലായതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ആക്ച്വലി റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം കാണാൻ. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 3 hours ഡ്രൈവ് ആയിരുന്നു ഓട്വയിൽ എത്താൻ വേണ്ടി. അങ്ങനെ ഒരു സംഭവബഹുലമായ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഓട്വയിലെത്തി. ഞങ്ങൾ ഫസ്റ്റ് പോയത് കമ്മീഷണേഴ്സ് പാർക്കിലുള്ള തുലിപ് ഫെസ്റ്റിവൽ കാണാനാണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് തുലിപ് ഫ്ലവേഴ്സ് ഉണ്ടെന്ന് എനിക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. ഞങ്ങൾ തുലിപ് ഫെസ്റ്റിവലിലെ ലാസ്റ്റ് ഡേ ആണ് പോയത്, അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വാടി തുടങ്ങിയിരുന്നു. എന്നാൽ പോലും ബാക്കി ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ ഓട്ട്വേ വന്ന ദിവസം മഴയില്ലെങ്കിലും അത്യാവശ്യം ക്ലൗഡി ആയിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അവിടെ അതുകൊണ്ട് കുറെ നേരം സ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ നേരെ പാർലമെന്റ് ഹില്ലിലേക്ക് പോയി. ഇവിടെ എത്തുമ്പോൾ നമുക്ക് റേഡിയോ കനാൽ കാണാം. ഇത് 46 ലോക്ക് സിസ്റ്റം ഉള്ള ഒരു കനാലാണ്. ലോക്ക് സിസ്റ്റം അഥവാ വാട്ടർ എലിവേറ്റർ എന്ന് പറഞ്ഞാൽ പല വാട്ടർ ലെവൽസ് ഉള്ള സ്ഥലത്ത് ബോട്ട്സിനെ കടത്തിവിടാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് ഇവിടെ ഒന്ന് കണ്ടപ്പോൾ എഞ്ചിനീയറിംഗിന് എവിടൊക്കെയോ എന്തൊക്കെയോ പഠിച്ച പോലെയൊക്കെ ഓർമ്മ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർലമെന്റ് ഏരിയയിലേക്ക് പോയി. പാർലമെന്റിനകത്തിലേക്ക് ആക്ച്വലി ഫ്രീ ഗൈഡ് ടൂർസ് അവൈലബിൾ ആണ്. പാർലമെന്റ് ഓഫ് കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം. ഞങ്ങൾ പോയത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അന്ന് ഗൈഡ് ടൂർസ് അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ഷോർട്ട് ട്രിപ്പ് ഇവിടെ തിരികെ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.